സ്റ്റാൻഡേർഡ് 3 ഗണിതം 100-നുമപ്പുറം തുടരുന്നു. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതേപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, എന്നാൽ നമുക്ക് പാഠത്തിലേക്ക് പോകാം. അടുത്തത് നോക്കാം. പൂർത്തിയാക്കാമോ? ആതിരയ്ക്ക് അവളുടെ അച്ഛൻ ഒരു 100 രൂപ നോട്ട് നൽകി. അവളുടെ കൈവശം 1 രൂപ നാണയം ഉണ്ടായിരുന്നു. 100നോട് 1 ചേർന്നപ്പോൾ 101ആയി. 100 കൂട്ടണം 1, 100നോട് 1 ചേർന്നപ്പോൾ 101 രൂപയായി. ഇനി നിങ്ങൾക്ക് പട്ടിക പൂർത്തിയാക്കാമോ? നമ്മുടെ പട്ടിക ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 8 തന്ന പട്ടിക നിങ്ങൾക്ക് സ്വയം പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ. 100 കൂട്ടണം 1 101, 100 കൂട്ടണം 2 102, പിന്നെ 103 104, അങ്ങനെ 109 കഴിഞ്ഞാൽ 100 കൂട്ടണം 10. ഈ 110 എന്നെഴുതുമ്പോൾ ഇതുവരെ എഴുതിയ എല്ലാ സംഖ്യകളുടെയും 10ൻ്റെ സ്ഥാനത്ത് 0ആണ്. 110 എന്ന് പറയുമ്പോൾ അവിടെ ഒരു 10 ഉണ്ട്. അതുകൊണ്ട് 10ൻ്റെ സ്ഥാനത്ത് 1ആണ്. മനസ്സിലായോ? 100 കൂട്ടണം 10 സമം 110. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഈ പ്രവർത്തനം നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് പേജ് നമ്പർ 9. 10 നൂറുകൾ. 100ാം വാർഷികത്തിനായി ഒരു ദിവസം 10 കുട്ടികൾ 100 രൂപ വീതം സംഭാവന നൽകി. ഓരോരുത്തരും നൽകിയപ്പോഴുള്ള തുകയുടെ പട്ടിക പൂരിപ്പിക്കാമോ? ഇതുവരെ നമ്മൾ എന്താണ് നോക്കിയത്? 10 പത്തുകളാണ് അല്ലേ? 10 പത്തുകൾ ചേർന്നാൽ 100 ആവും എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? 10ൻ്റെ കൂടെ ഓരോന്ന് വീതം ചേർത്ത് 110 വരെ നമ്മൾ എഴുതി നോക്കി. നോട്ടുകൾ 100 രൂപ നോട്ട് ഏതെല്ലാം നോട്ടുകൾ ചേർന്നാലുണ്ടാകുമെന്ന് നമ്മൾ നോക്കി. ഇനി പറയുന്നത് 10 നൂറുകൾ. അതായത് ഒരു ദിവസം ഒരു കുട്ടി 100 രൂപ, അടുത്ത കുട്ടി 100 രൂപ, അങ്ങനെ 10 കുട്ടികൾ 100 രൂപ സംഭാവന കൊടുത്തു. വാർഷികമല്ലേ, 100 രൂപ കൊടുക്കാമെന്ന് അവർ വിചാരിച്ചു. ഓരോരുത്തരും നൽകിയപ്പോഴുള്ള തുകയുടെ പട്ടികയാണ് പൂരിപ്പിക്കേണ്ടത്. ഒന്നാമത്തെ ആൾ 100 രൂപ കൊടുത്തു. അപ്പോൾ 100, അവിടെ നമ്മൾ 100 എന്ന് മലയാളത്തിൽ എഴുതണം. അതിൻ്റെ അടുത്ത് തന്നെ രണ്ടാമത്തെ ആൾ കൊടുത്ത 100 രൂപയും വെച്ചു. അപ്പോൾ എത്ര രൂപ കിട്ടി? 200. ഇപ്പുറത്ത് നിങ്ങൾ 200 200 എന്ന് മലയാളത്തിൽ എഴുതണം. അടുത്തത് മൂന്നാമത്തെ ആളും 100 രൂപ കൊടുത്തു. അപ്പോൾ 300, 4 നൂറുകൾ. പിന്നെ അവിടെ നോട്ടുകൾ വെക്കുന്നില്ല കേട്ടോ. 4 100 രൂപ നോട്ടുകൾ അവിടെ ഉണ്ട്. 4 നൂറുകൾ ചേരുമ്പോൾ 400. അതിൻ്റെ ഒപ്പം തന്നെ മലയാള അക്ഷരത്തിലും എഴുതണം. 5 നൂറുകൾ 500, 6 നൂറുകൾ 600. പിന്നെ 700 എന്നിവിടെ തന്നിട്ടുണ്ട്. അതായത് 700 700, 800 800, 9 നൂറുകൾ. അവിടെ എത്തുമ്പോൾ 800 90 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ എത്തുമ്പോൾ 900 എന്നാണ് പറയുന്നത്. 900. 9 നൂറുകൾ ചേർന്നാൽ 900. എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? 9 എന്ന് എഴുതിയിട്ട് 2 0 ആണ് ചേർക്കേണ്ടത്. 9 നൂറുകളാണ്. ഇനി അവസാനം 10 നൂറുകൾ ചേർന്നാലാണ് 1000. അവിടെ 1000 എന്ന് നമ്മൾ അക്ഷരത്തിൽ എഴുതുക. അപ്പോൾ 10 നൂറുകൾ ചേർന്നാൽ എത്രയായി? 1000. ഇതൊക്കെ നിങ്ങളിങ്ങനെ വെറുതെ ഒരു കളിയായിട്ടാണെങ്കിലും ഇങ്ങനെ പറഞ്ഞ് പഠിക്കാവുന്നതേ ഉള്ളൂ. 100 100, 200 200, 300 300, 400 500 500 അങ്ങനെ പറഞ്ഞ് പഠിക്കുക. 1 10 10, 2 10 20 എന്ന് നമ്മൾ പറയാറില്ലേ? അത് എത്ര ഈസിയാണ്. അതേപോലെ തന്നെ ഇതും പറഞ്ഞ് പഠിക്കുക. ഇനി തൈകൾ നടാം. 100ാം വാർഷികത്തിൽ സ്കൂൾ വളപ്പിൽ നടാനായി 100 വൃക്ഷത്തൈകൾ വേണം. ഓരോന്നും എത്രയെണ്ണമാകാം? എത്ര എണ്ണമാകാം? 100 എണ്ണമാണ് വേണ്ടത്.
അപ്പോൾ ഇവിടെ ഏതൊക്കെ തൈകളാണ് അവർ വാങ്ങുന്നത്? നെല്ലി, പുളി, മാവ്, പ്ലാവ്, മഹാഗണി, വേപ്പ്, പേര, മുരിങ്ങ, സപ്പോട്ട, ബദാം. എത്ര ഇനം തൈകളുണ്ട്? എത്ര ഇനമാണ്? നെല്ലി 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇനങ്ങളാണ്. 10 ഇനങ്ങൾ 100 ആകാൻ വേണ്ടി ഓരോന്നും എത്ര തൈകൾ വാങ്ങണമെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ നോട്ടുകളുടെ പോലുള്ള കണക്ക് നമ്മൾ ബുദ്ധിമുട്ടേണ്ടത് ആവശ്യമില്ല. കാരണം നോട്ടുകൾ ഒരു പ്രത്യേക എണ്ണത്തിന് മാത്രമേ നോട്ടുള്ളൂ, അല്ലേ? 200-നുണ്ട്, 100-നുണ്ട്, 50-നുണ്ട്, 20, 10, 5, അല്ലേ? എന്നാൽ ഇവിടെ സംഖ്യകളാണ് നമ്മൾ 100 ആവാൻ വേണ്ടി നോക്കേണ്ടത്. നമ്മൾ ആദ്യമായിട്ട് ഇപ്പം ഞാൻ കണ്ടെത്തിയത്, ഗ്രൂപ്പിലുള്ളവർ കണ്ടെത്തിയത്, ഇപ്പോൾ ഇവിടെ എല്ലാം ഒരു 10 എടുത്താലോ, എല്ലാം 10 എടുത്താലോ, നെല്ലി 10, പുളി 10, മാവ് 10 എല്ലാം എടുക്കുകയാണ്. അപ്പോൾ ആകെ 100 അങ്ങനെ എടുക്കാം. അല്ലെങ്കിലോ ചിലത് 5 എടുക്കാം. നമുക്ക് ആദ്യത്തേത് നെല്ലി, പുളി, മാവ്, പ്ലാവ്, മഹാഗണി, ഈ 5 വീതം എടുക്കാം. അപ്പോൾ എത്രയായി? 25. ഇനി ബാക്കിയുള്ളവ എന്ത് വേണം? 100 ആവാൻ തരത്തിലെടുക്കണം. ബാക്കി 75 വേണം 100 ആവണമെങ്കിൽ, അല്ലേ? അങ്ങനെ നമുക്ക് കണക്കാക്കിയെടുക്കാം. അല്ലെങ്കിൽ നെല്ലി 20 എടുക്കുക, പുളി അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് കുറയ്ക്കുക, 10 ആക്കാം. മാവ് 20 എടുക്കാം, പ്ലാവ് 20 എടുക്കാം, മഹാഗണി 25, അങ്ങനെ നോക്കുക. അപ്പോൾ ഇതൊക്കെ 20 ആയാൽ 100-ൻ്റെ അധികമായില്ലേ? ഇപ്പോൾ 20, 60, 80 അങ്ങനെ 25 ആയപ്പോൾ 100-ൻ്റെ മേലെ വന്നു. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഓരോന്നും 10 എടുക്കാൻ പറ്റുള്ളൂ. ഓരോന്നും 10 എടുത്താൽ തന്നെ 100 ആയി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 10-ൽ കുറഞ്ഞതും 10-മായ സംഖ്യകളാണ് ഓരോന്നിനും എടുക്കേണ്ടത്. ഇപ്പോൾ നെല്ലി 11 എടുക്കുകയാണെങ്കിൽ പുളി അതിന് ആ 10-ന്ന് ഒന്ന് കുറയ്ക്കുക, 9 എടുക്കുക. മാവ് 8 എടുക്കുന്നതെങ്കിൽ പ്ലാവ് അതിനനുസരിച്ച് കൂട്ടുക, 12 ആക്കുക. മനസ്സിലായോ? എന്താണെങ്കിലും ഇതിൽ എണ്ണം കൂട്ടുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടണം. അപ്പോൾ ഗ്രൂപ്പിലുള്ള 3 കുട്ടികൾ കണ്ടെത്തിയത് കൂടി ഇവിടെ നമ്മൾ എഴുതേണ്ടതാണ്. ഇത് മനസ്സിലായോ? ഏതൊക്കെ നമ്മൾ സംഖ്യകളാണ് ഓരോ ഇനത്തിനും കൊടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല, ഏത് സംഖ്യകളും കൊടുക്കാം. പക്ഷേ കൂട്ടി നോക്കുമ്പോൾ 100 ആവണം. പുസ്തക നമ്പർ, പേജ് നമ്പർ 10. സ്കൂൾ ലൈബ്രറിയിലേക്ക് കുട്ടികൾ പുസ്തകങ്ങൾ ശേഖരിച്ചു. 1-ാം ദിവസം ശേഖരിച്ച പുസ്തകങ്ങളാണ് ചുവടെ കാണുന്നത്. അവയ്ക്ക് ക്രമമായി നമ്പർ നൽകാമോ? ലൈബ്രറിയിലെ എല്ലാ പുസ്തകങ്ങൾക്കും നമ്പർ ഉണ്ടാകും. അതുവരെ കിട്ടിയ പുസ്തകങ്ങളുടെ നമ്പറിൻ്റെ തുടർച്ചയായിട്ടാണ് പുതിയ കിട്ടുന്ന പുസ്തകത്തിന് നമ്പർ ഇടുക. അപ്പോൾ ഈ സ്കൂളിൽ 108 പുസ്തകങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. ഇനി അന്ന് ശേഖരിച്ച 1-ാമത്തെ ദിവസം ശേഖരിച്ച ബുക്കുകൾക്ക് അപ്പോൾ ആ 108 കഴിഞ്ഞ നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 109, 110, 111, 112, 113, 114, 115 ഇങ്ങനെ നമ്മൾ എഴുതണം. 116, 117, 118, 119, 120, 121, 122, 123, 124 വരെ നമ്പർ ഇട്ട് കൊടുത്തു. ഇനി 2-ാം ദിവസം അവർ ശേഖരിച്ചത് 34 പുസ്തകങ്ങളായിരുന്നു. 2-ാം ദിവസം 34 ബുക്കുകൾ കിട്ടി. എങ്കിൽ അവസാനത്തെ പുസ്തകത്തിൻ്റെ നമ്പർ എത്ര? അപ്പോൾ ഇതിന് ശേഷം നമ്മൾ 34 നമ്പർ കൂടി ഇടണം. മനസ്സിലായോ? 124-ൽ കൂടി 34 നമ്പർ കൂടി ഇടണം. അതായത് 124-ൽ കൂടി 34 കൂടി ചേർക്കുക. 124 കൂട്ടണം 34. 4 4 8, 2 3 5, 1. 158 അതാണ് അവസാനത്തെ പുസ്തകത്തിൻ്റെ നമ്പർ. പിന്നെ 5-ാം ദിവസം ശേഖരിച്ച പുസ്തകങ്ങൾക്ക് പിന്നെ 3-ാമത്തെ ദിവസത്തെയും 4-ാമത്തെ ദിവസത്തെയും ഇവിടെ പറയുന്നില്ല.
5-ാം ദിവസം ശേഖരിച്ച പുസ്തകങ്ങൾക്ക് 253 മുതൽ 256 വരേക്കുള്ള നമ്പറാണ് കൊടുത്തത്. 253, 254, 255, 256. അപ്പോൾ എത്ര പുസ്തകങ്ങളാണ് 5-ാം ദിവസം കിട്ടിയത്? 253, 254, 255, 256. അതായത് 4 പുസ്തകങ്ങളാണ് അന്നേ ദിവസം കിട്ടിയത്. മനസ്സിലായോ? അതേപോലത്തെ കണക്ക് തന്നെയാണ് സംഖ്യകൾ എത്ര എന്നുള്ളതിൽ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുള്ളത്. സംഖ്യകൾ എത്ര? 421 മുതൽ 430 വരെ എത്ര സംഖ്യകൾ? 567 മുതൽ 573 വരെ എത്ര സംഖ്യകൾ? 890 മുതൽ 898 വരെ എത്ര സംഖ്യകൾ? ഇങ്ങനെയുള്ള കണക്കുകളാണ് അടുത്തത് തന്നിട്ടുള്ളത്. ഈ എത്ര സംഖ്യകളാണ് അല്ലെങ്കിൽ എത്ര നമ്പേഴ്സാണ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 430 വരെ എന്നല്ലേ ലാസ്റ്റ് നമ്പർ? അവസാനത്തെ നമ്പർ 430, തുടക്കം 421. അപ്പോൾ 430-ൽ നിന്ന് 421 കുറയ്ക്കണം. ആ കിട്ടുന്ന ഉത്തരത്തിൽ കൂടെ 1 കൂട്ടണം. അതാണ് കറക്റ്റ് സംഖ്യ. ഇപ്പോൾ 430 കുറയ്ക്കണം 421. നോക്കുക, അത് കുറയ്ക്കുമ്പോൾ 9 നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ ആ 9 അല്ല ഈ സംഖ്യകളുടെ എണ്ണം. 9 കൂട്ടണം 1 സമം 10. നിങ്ങൾ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 421 മുതൽ 430 വരെ എഴുതി നോക്കൂ, അപ്പോൾ 10 എന്ന് മനസ്സിലാവും. പക്ഷേ ഇത് നമ്മൾ ചെറിയ അടുത്ത സംഖ്യകളായതുകൊണ്ട് നമുക്ക് എഴുതി നോക്കി കണ്ടെത്താമെന്ന് വിചാരിക്കാം. പക്ഷേ നമ്മൾ കണ്ടെത്തേണ്ടത് ഈ മോഡലിലാണ്, ഈ മെത്തേഡ് വെച്ചിട്ടാണ്. അതായത് അടുത്തത് ആദ്യത്തെ സംഖ്യ 567, 567 മുതൽ 573 വരെയാണ്. അവസാനത്തെ സംഖ്യ 573. 573 നമ്മൾ ആദ്യത്തെ സംഖ്യയായ 567 കുറയ്ക്കണം. 573 കുറയ്ക്കണം 567. അപ്പോൾ ഉത്തരം കിട്ടുന്നത് 6. ആ 6-ൽ കൂടെ 1 കൂട്ടുക, അതായത് 7 സംഖ്യകളുടെ എണ്ണം. 890 മുതൽ 898 വരെ എത്ര സംഖ്യകൾ? അപ്പോൾ 898 കുറയ്ക്കണം 890, അതായത് 8. ഇത്ര എത്രയാണ് കിട്ടുക? 8. 8 കൂട്ടണം 1 സമം 9. ഇങ്ങനെയാണ് നമുക്ക് സംഖ്യകളുടെ എണ്ണം കണ്ടെത്തേണ്ടത്. ഇനി നിങ്ങൾ കൂടുതൽ സംഖ്യകളുടെ എണ്ണം ഇവിടെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. 100 മുതൽ 150 വരെ എത്ര സംഖ്യകൾ? 100 മുതൽ 150 വരെ എത്ര സംഖ്യകൾ എന്ന് ചോദിക്കുമ്പോൾ 150 കുറയ്ക്കണം 100. അപ്പോൾ എത്ര കിട്ടും ഉത്തരം? 50 പ്ലസ് 1 കൂട്ടണം 1, 51. 201 മുതൽ 240 വരെ. എത്ര വലിയ സംഖ്യ വേണമെങ്കിലും അതിൻ്റെ ഇടയിൽ എത്ര സംഖ്യകളാണെന്ന് നമുക്ക് കണ്ടെത്താൻ എളുപ്പമാണ്. 325 മുതൽ 700 വരെ. 700 കുറയ്ക്കണം 325, ആ ഉത്തരത്തിൽ കൂടെ 1 കൂട്ടുക. മനസ്സിലായില്ലേ? ഒരു സംഖ്യ മുതൽ മറ്റൊരു സംഖ്യ വരെയുള്ള സംഖ്യകളുടെ എണ്ണം കണക്കാക്കാൻ ഞാൻ കണ്ടെത്തിയ രീതി. എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത്? അവസാനത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറച്ച് ആ ഉത്തരത്തോട് 1 കൂട്ടുക. അവസാനത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറച്ച് ആ ഉത്തരത്തോടു കൂടി 1 കൂട്ടുക. അങ്ങനെയാണ് നമ്മൾ ഈ ഉത്തരം കണ്ടെത്താനുള്ള രീതി കണ്ടുപിടിച്ചത് അല്ലേ? കണ്ടുപിടിച്ചത് അങ്ങനെയാണ്. ഇനി അടുത്തത് ഗണിത ക്യാമ്പാണ്. ഗണിത ക്യാമ്പിന് സ്കൂളിൽ ഗണിത ക്യാമ്പ് സംഘടിപ്പിക്കണം. അതിന് ഗണിത ലാബ് സംഖ്യാമാല കൊണ്ട് അലങ്കരിക്കണം. സംഖ്യാമാല പൂർത്തിയാക്കുക. സംഖ്യാമാലയിൽ 3 സംഖ്യകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. 349, 350, പിന്നെ 353. തുടർച്ചയായിട്ടാണ് വരുന്നത്. 349 കഴിഞ്ഞാൽ 350, 351, 352, 353, 354, 355, 356, 357, 358,
359, 360, 361, 362, 362 വരെയാണ് അല്ലേ. ക്യാമ്പിലെ കുട്ടികൾക്ക് ക്രമമായി ബാഡ്ജ് നൽകി. ആതിരയുടെ നമ്പർ 148 ഗണിത ക്യാമ്പിൽ കുറേ കുട്ടികളുണ്ട്. അവർക്കൊക്കെ ക്രമമായിട്ടാണ് ബാഡ്ജ് കൊടുത്തിട്ടുള്ളത്. ബാഡ്ജ് അറിയാലോ എല്ലാവർക്കും. ആതിരയുടെ നമ്പർ 148 ആതിരയ്ക്ക് മുമ്പത്തെ സംഖ്യ സലീമിനും ആതിരയ്ക്ക് ശേഷം വരുന്നത് ആനിക്കുമാണ് കിട്ടിയത്. അപ്പോൾ അവരുടെ നമ്പർ എത്രയാണ്? മുമ്പും അതിന് ശേഷവും. അപ്പോൾ 148ൻ്റെ മുമ്പ് ഏതായിരിക്കും? 147 അല്ലേ. പിന്നെ 148 ആതിരയുടെ. 148 ശേഷം 48 ശേഷം 49, 148 ശേഷം 149. ആനിക്ക് ശേഷം ആദ്യം നൽകിയ ബാഡ്ജിലെ നമ്പർ എത്ര? ഇനി ചോദിച്ചിരിക്കുന്നത് ആനിയുടെ നമ്പർ നമ്മൾക്ക് മനസ്സിലായി അല്ലേ. അതാണ് ആതിരയ്ക്ക് ശേഷം കിട്ടിയ നമ്പറാണ്. അതായത് 149. 149 കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ എത്രയാണ്? 49 കഴിഞ്ഞാൽ 50 അല്ലേ. അപ്പോൾ 149 കഴിഞ്ഞാൽ 150. നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള സംഖ്യകൾ എഴുതി പഠിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ 100 മുതൽക്കുള്ള തുടർച്ചയായ സംഖ്യകൾ എഴുതി പഠിക്കേണ്ടതാണ്. അതിൻ്റെ മലയാളത്തിൽ അക്ഷരത്തിൽ എഴുതുന്നതും എഴുതി പഠിക്കേണ്ടതാണ്. അതേപോലെയുള്ളതൊക്കെ നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ കണക്കുകളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ആനിക്ക് ശേഷം ആദ്യം നൽകിയ നമ്പർ 150 എന്ന് നമ്മൾക്ക് കിട്ടി. ആതിരയ്ക്ക് ശേഷം 20 പേർക്ക് ബാഡ്ജ് നൽകി. ആതിരയുടെ നമ്പർ എത്രയായിരുന്നു? 148. അതിനുശേഷം 20 പേർക്ക് കൊടുത്തു. എങ്കിൽ അവസാനം നൽകിയ ബാഡ്ജിലെ നമ്പർ എത്ര? 148 ആതിരയുടെ നമ്പർ. അതിൽ കൂടെ 20 കൂട്ടി നോക്കിയാൽ മതി. 20 കൂട്ടുമ്പോൾ എന്താണ് കിട്ടുന്നത്? 168 അല്ലേ. അപ്പോൾ അവസാനം നൽകിയ ബാഡ്ജിലെ നമ്പർ 168. ഇനി ഇതേപോലെ മുൻപേയും പിൻപേയും ഉള്ള സംഖ്യകൾ, മുമ്പും ശേഷവും ഉള്ളത് കേട്ടോ. കളങ്ങളിൽ സംഖ്യ എഴുതാം. മുമ്പ് ശേഷം. അപ്പോൾ ഇതിൽ തുടർച്ചയായിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. 3 സംഖ്യകളും തന്നിട്ടുണ്ട്. 828, 829, 830. അടുത്തതിൽ 268 മാത്രമേ തന്നിട്ടുള്ളൂ. 268ൻ്റെ മുമ്പ് 68ൻ്റെ മുമ്പ് 67 അല്ലേ. അപ്പോൾ 268 മുമ്പ് 267, 268 കഴിഞ്ഞാൽ 269. ഇവിടെ 318ഉം 319ഉം തന്നിട്ടുണ്ട്. ശേഷമുള്ള സംഖ്യയാണ് എഴുതേണ്ടത്. 19 കഴിഞ്ഞാൽ എത്രയാണ്? 20. അപ്പോൾ 319 കഴിഞ്ഞാൽ 320. 189. 89 കഴിഞ്ഞാൽ എത്രയാണ്? 89 കഴിഞ്ഞാൽ 90. അപ്പോൾ 189 കഴിഞ്ഞാൽ 190. 191 ഇവിടെ ഉണ്ട്. 758. 758 കഴിഞ്ഞാൽ 759. 759 കഴിഞ്ഞാൽ 59 കഴിഞ്ഞാൽ 60. അപ്പോൾ 759 കഴിഞ്ഞാൽ 760. ഇവിടെ 673 തന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഉള്ള സംഖ്യ 73, 673. അപ്പോൾ 672. ഇനി അതിന് ശേഷം വരുന്നത് 674. അവസാനത്തെ സംഖ്യയാണ് അവസാനത്തെ കളത്തിൽ തന്നിട്ടുള്ളത് 410. 410ൻ്റെ മുമ്പ് എത്രയാണ്? 10ൻ്റെ മുമ്പ് 9. അപ്പോൾ 410ന് മുമ്പ് 409. 409ന് മുമ്പ് 408. ഇങ്ങനെയാണ് നമ്മൾ ഈ കളങ്ങളിലെ സംഖ്യ പൂർത്തിയാക്കേണ്ടത്. മനസ്സിലായോ? കളങ്ങളിലെ സംഖ്യകൾ കണ്ടെത്തിയത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? തന്ന സംഖ്യ ഏതാണ് നോക്കുക. അതിന് മുമ്പുള്ളതാണോ കണ്ടെത്തേണ്ടത് അതോ അതിന് ശേഷമുള്ളതാണോ കണ്ടെത്തേണ്ടത് നോക്കുക. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ 100ാം സ്ഥാനത്തെ അക്കം മാറ്റുക.
ഇപ്പോൾ നമുക്ക് 268 എന്നുള്ളതിന് വെറും 68 എടുത്ത് നോക്കുക. 68, 69. അപ്പോൾ നമുക്ക് അടുത്ത സംഖ്യ 69 അപ്പോൾ 268 കഴിഞ്ഞാൽ 269. അതേപോലെ 268 മുമ്പായിട്ട് 267 എന്ന് മനസ്സിലാക്കാനും എഴുതാനും നിങ്ങൾക്ക് കഴിയും.